2026 ഫിഫ വേൾഡ് കപ്പ് ഫൈനലിലൂടെ സോഷ്യൽ മീഡിയയിൽ വൈറലായ ചില ചിത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. മത്സരത്തിന് തൊട്ടു മുമ്പ് ഫ്ലഗിൽ കുത്തിവെച്ച് ചാർജ് ചെയ്യുന്ന ഫുട്ബോളുകൾ. ആ ഫുട്ബോളിന് ഉൾവശത്തിലുള്ള ആ വെള്ള നിറത്തിലുള്ള ആ വിചിത്രമായ സാധനം എന്താണ്? അതുമാത്രമല്ല, താഴെ മൈതാനത്ത് കളിക്കുമ്പോൾ സ്റ്റേഡിയത്തിന് മേൽക്കൂരയിൽ കണ്ണ് ചിമ്മാതെ തോക്കുമായി നിൽക്കുന്ന സ്നൈപ്പർമാർ. ഇത് കണ്ട് സോഷ്യൽ മീഡിയയിൽ പലരും പല കഥകളും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാലും ഇതിന് പിന്നിലെ യഥാർത്ഥ സത്യം എന്തായിരിക്കും? ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ ചില അബദ്ധങ്ങളും ചോര ചിന്തിയ ചില സുരക്ഷാ വീഴ്ചകളുമാണ് കളിക്കളത്തിലേക്ക് ഈ ഒരു അവിശ്വസനീയമായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള കാരണം. സോ യഥാർത്ഥത്തിൽ അതൊക്കെ സത്യമാണോ എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഫുട്ബോളിലെ ആ വിചിത്രമായ കാര്യത്തിലേക്ക് തന്നെ പോകാം. എന്തിനാണ് വെറും ഒരു ഫുട്ബോൾ ചാർജ് ചെയ്യുന്നത്? അതിനുള്ളിൽ കാണുന്ന ആ വെള്ള നിറത്തിലുള്ള ഭാഗം എന്താണ്? ഇതിന് ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ 2010 സൗത്ത് ആഫ്രിക്കൻ വേൾഡ് കപ്പിലേക്ക് ഒന്ന് പോകണം. അന്ന് ഇംഗ്ലണ്ടും ജർമ്മനിയും തമ്മിലുള്ള മത്സരം. ഇംഗ്ലണ്ടിന്റെ താരമായ ഫ്രാങ്ക് ലംബാർഡ് അടിച്ച പന്ത് ക്രോസ് ബാറിലിടിച്ച് ഗോൾ ലൈനിനുള്ളിൽ വീണു. അത് വ്യക്തമായി ഗോൾ ആയിരുന്നു. എന്നാൽ റഫറി അത് കണ്ടില്ല. ഗോൾ നിഷേധിക്കപ്പെട്ടു. ഇംഗ്ലണ്ട് പുറത്താവുകയും ചെയ്തു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു അബദ്ധത്തിന് ശേഷമാണ് ഫിഫ ശാസ്ത്രജ്ഞന്മാരുടെ സഹായം തേടുന്നത്. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന അഡിഡാസിന്റെ കണക്റ്റഡ് ബോൾ ടെക്നോളജി വരുന്നത്. നിങ്ങൾ കാണുന്ന ആ വെള്ള നിറത്തിലുള്ള ഭാഗം വെറും ഒരു ഡിസൈൻ അല്ല. ഫുട്ബോളിന്റെ കൃത്യ നടുവിലായി 14 ഗ്രാം മാത്രം തൂക്കമുള്ള ഒരു ചെറിയ IMU സെൻസർ തൂങ്ങി നിൽപ്പുണ്ട്. ആ ഒരു സെൻസറിനെ ബോളിന്റെ നടുവിൽ ഉറപ്പിച്ചു നിർത്തുന്ന ഒരു സോക്കറ്റാണ് ആ ഒരു വെള്ള നിറത്തിലുള്ള ഭാഗം. ഈ ഒരു സെൻസർ പ്രവർത്തിക്കാൻ വേണ്ടി അതിനുള്ളിൽ ഒരു ചെറിയ ബാറ്ററിയും ഉണ്ട്. പന്ത് ഒരാളുടെ കയ്യിൽ തട്ടിയോ അല്ലെങ്കിൽ റഫറിയുടെ കണ്ണ് വെട്ടിച്ച് ഓഫ് സൈഡ് ആയോ എന്ന് സെക്കൻഡിൽ 500 സിഗ്നലുകൾ അതിനയക്കാൻ കഴിയുന്ന ഒരു ചിപ്പ് അതിലുണ്ട്. ബോളിനകത്ത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള വെള്ള സാധനം നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാനും വിശ്വസിച്ചിരുന്നത് മറ്റൊന്നായിരുന്നു. പക്ഷേ ഇതാണ് അതിൻ്റെ യഥാർത്ഥ സത്യം. സോ ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോവാം. സ്റ്റേഡിയത്തിന് മുകളിലെ ആ കറുത്ത വസ്ത്രം ധരിച്ച മനുഷ്യർ. കോടിക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഫുട്ബോൾ മത്സരത്തിന് മുകളിൽ എന്തിനാണ് ആ വലിയ തോക്കുകളുമായി സൈനികർ നിൽക്കുന്നത്? ഇതിന് പിന്നിലും ഒരു ചരിത്രം കിടപ്പുണ്ട്. 2015 നവംബർ 13 ഫ്രാൻസും ജർമ്മനിയും തമ്മിൽ പാരീസിലെ സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ അതിൻ്റെ വെളിയിലെ ഭീകരർ ചാവേർ ബോംബ് സ്ഫോടനങ്ങൾ നടത്തി. അന്നത്തെ ഫ്രഞ്ച് പ്രസിഡന്റ് അടക്കം 80,000-ഓളം ആളുകളാണ് സ്റ്റേഡിയത്തിനുള്ളിൽ തടവിലാക്കപ്പെട്ടത്. അന്ന് തൊട്ടാണ് ലോകകപ്പ് പോലുള്ള വൻകിട മത്സരങ്ങൾക്ക് കടുപ്പമേറിയ ആന്റി ടെറർ സെക്യൂരിറ്റി നൽകാൻ തീരുമാനിക്കുന്നത്. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ നടക്കുന്ന ലോകകപ്പിൽ FBI ഹോംലാൻഡ് സെക്യൂരിറ്റിയും ഒരുക്കിയൊരു സുരക്ഷയുടെ ഭാഗമാണ് ഈ ഒരു സ്നൈപ്പർമാർ. സ്റ്റേഡിയത്തിന് മുകളിലൂടെ അനുമതിയില്ലാതെ പറക്കുന്ന ഡ്രോണുകൾ വെടിവെച്ചിടാനും ലക്ഷക്കണക്കിന് വരുന്ന ജനക്കൂട്ടത്തിന് നേരെ ഉണ്ടാകുന്ന വലിയ ഭീഷണികൾ ദൂരത്തു നിന്ന് തന്നെ ഇല്ലാതാക്കാനുമാണ് ഈ ഒരു സ്നൈപ്പർമാർ കണ്ണ് ചിമ്മാതെ മുകളിൽ കാവൽ നിൽക്കുന്നത്. നമ്മൾ കാണുന്ന ഫുട്ബോൾ മത്സരങ്ങൾക്ക് പിന്നിൽ സാങ്കേതിക വിദ്യയുടെ വിപ്ലവവും കനത്ത സുരക്ഷാ തന്ത്രങ്ങളുമുണ്ട്. സോഷ്യൽ മീഡിയയിലെ ഊഹപോഹങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ വസ്തുത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇതിൽ ഏത് കാര്യമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? താഴെ കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.